അതെ, ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ടൊയോട്ട ക്യാമറിന്റെ ഹൈബ്രിഡ് വാഹനം എങ്ങനെ ഓടിക്കാം എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് പ്രവാസികൾക്ക് ഒട്ടനവധി ആളുകൾക്ക് അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്, എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളെ കീ നമ്മൾ വണ്ടിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മീറ്റർ ഓൺ ആയി. അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, റെഡിന്ന് കാണാൻ പറ്റും. അതേപോലെ EV മോഡും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മീറ്ററിൽ. വേറെ നമുക്ക് ഇലക്ട്രിക് കാർ സ്റ്റാർട്ട് ചെയ്ത അതേ സൗണ്ട് കാരണം ഒന്നുമില്ല, എഞ്ചിനോ കാര്യങ്ങളോ വർക്കിംഗ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ കരുതും ഇതെന്താ വണ്ടി ഓടിക്കാൻ ആയിട്ടില്ല, വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് കരുതി വീണ്ടും സ്റ്റാർട്ടാക്കാൻ നിൽക്കണ്ട. നമ്മൾ നേരെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ ഡ്രൈവ് മോഡ് ഇടുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ഓടി തുടങ്ങി. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഫസ്റ്റ് പ്രവർത്തനം. അപ്പൊ നമുക്ക് മീറ്ററിൽ കാണാൻ പറ്റാണോ, ബാറ്ററിയിൽ നിന്ന് നമ്മളെ ഇലക്ട്രിക് മോട്ടർക്ക് ചാർജ് വന്ന് ഇതിൽ നിന്ന് നമ്മളെ വീലിലോട്ട് ചാർജ് പോകുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ട് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഒന്ന് പെട്രോൾ എഞ്ചിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യുക, ഇതേപോലെ ഇലക്ട്രിക് മോട്ടറിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ കണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഓണായി, അതാണ് ആ റെഡ് മാർക്കിൽ കാണിക്കുന്നത്. ഇനി ഒരു ഓപ്ഷനുമാണ് കാണിക്കുക. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോവാണ്. ഇത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ബാറ്ററിയിലോട്ട് ചാർജ് ആകുന്നുണ്ടോ, ബാറ്ററിയിലോട്ട് ഗ്രീൻ കളറിൽ ചാർജ് ആവുന്നതും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. താങ്ക്